എലഗൻസ് ഡിസൈൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ കളക്ഷൻ വരുന്നത് ടോപ്പിന്റെ കളക്ഷനും ഒപ്പം മെറ്റീരിയൽസിന്റെ കളക്ഷനുമാണ്. ടോപ്പ് വരുന്നത് മെറ്റീരിയൽസ് വരുന്നത് വിചിത്രയില് പാകിസ്ഥാനി ദുപ്പട്ടയായിട്ട് വരുന്ന സൂപ്പർ ആയിട്ടാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ടോപ്പിന്റെ കളക്ഷൻ നോക്കാം, അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽസിലേക്ക് കിടക്കാവേ. കോട്ടൺ മെറ്റീരിയലില് സൂപ്പർ ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പാണ്. കയ്യിൽ ഇതുപോലെ ഒരു അച്ചടക്കിന്റെ പീസ് കൊടുത്തിട്ടുണ്ട്, ഒപ്പം തന്നെ താഴെയും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ്, നല്ല ഫ്ലീറ്റ്സ് ഒക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. നമുക്കിനി ചർച്ചിലെ ആവശ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ചർച്ചിലൊക്കെ ഇടാനൊക്കെ ആയിട്ട് ഒരു ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആയിരിക്കും ഇത്. നമുക്ക് റേറ്റ് വരുന്നത് 590 രൂപയാണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് ഐറ്റം വരുന്നത്. കോട്ടൺ ആണ്, ഒപ്പം ലൈനിങ്ങും ഒക്കെ നല്ല കട്ടിയുള്ള ലൈനിങ്ങും ഒക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു റേറ്റിൽ വരുന്നത്. മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ്. ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ സൈസാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ഏതാണോ കറക്റ്റ് സൈസ് അതിൻ്റെ തൊട്ട് മേലെയുള്ള സൈസ് എടുക്കുക. അപ്പോൾ മീഡിയം ഉള്ളവർ ലാർജ് എടുക്കുമായിരിക്കും ബെറ്റർ. കാരണം ബ്ലാക്ക് ആയതുകൊണ്ടും തുണി ആ ഒരു ടൈപ്പ് തുണി ആയതുകൊണ്ടും കുറച്ച് വലിയ സൈസ് എടുക്കുമായിരിക്കും നല്ല. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് സൂട്ടായിട്ട് കിട്ടും. മീഡിയം എടുക്കേണ്ടവർ ലാർജ് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ മീഡിയം, ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആ ഒരു പാറ്റേണിലാണ് അവൈലബിൾ. ഇതാണ് ടോപ്പ് വരുന്നത്. നല്ല സൂപ്പർ മെറ്റീരിയൽ ആണ്, നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ആണ്. നല്ലൊരു പ്രത്യേക ലുക്ക് ഉണ്ട് ഇതിന്. ഈ ഒരു അടിയില ഒരു അജറക്കിൻ്റെ വലിയൊരു പീസാണ് കൊടുത്തേക്കുന്നത്. ഇടുമ്പോഴും നല്ല കംഫർട്ടബിൾ ആണ് കേട്ടോ. നമുക്ക് ഐറ്റം ഇങ്ങനെ വരും, വിത്ത് ലൈനിങ് ആണ്. ഫ്രണ്ടിൽ ഒരു ബട്ടൺ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കയ്യിൽ ഇങ്ങനെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ബട്ടണൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടൊരു റിച്ച് ലുക്ക് തോന്നുന്ന ഒരു ഐറ്റം തന്നെ. പിന്നെ ഇനി ഇതിൻ്റെ ഈ ഒരു അടി ഭാഗത്ത് ഒരു കലങ്കാരിയുടെ നല്ലൊരു വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മെറ്റീരിയൽ പോകുന്നുണ്ട്, ലൈനിങ് കൊടുത്തിട്ടുണ്ട്. താഴെ വരെ ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ലൈനിങ് ആണ് വെച്ചേക്കുന്നത്. അതുപോലെ ലോക്കൊക്കെ ചെയ്ത് നല്ല ഭംഗിയാക്കി ചെയ്തേക്കുന്ന ഒരു ഐറ്റമാണ്. ലാർജ്, എക്സൽ, ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത്. റേറ്റ് വരുന്നത് 590 ആണ് റേറ്റ് വരുന്നത്. അടിപൊളി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചോദിച്ചോളാം. പിന്നെ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്ന 2 ഐറ്റം വരുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വരുന്നത് വിചിത്രയാണ് ഐറ്റം വരുന്നത്. വിചിത്രയിൽ വന്നിട്ട് ഒരു സ്റ്റാൻഡേർഡ് ലുക്കിൽ വേറെ പ്രത്യേക ഒരുപാട് ഡിസൈനും കാര്യങ്ങളും ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഫ്രണ്ടിലൊരു ബട്ടൺ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ബോട്ടം സെയിം തന്നെ ബ്ലാക്ക് വരും. പിന്നെ ഇനി എൻ്റെ ദുപ്പട്ടയാണ് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ദുപ്പട്ട പാകിസ്ഥാനി ദുപ്പട്ടയിൽ ആണ് വന്നേക്കുന്നത്. മിറർ വന്നിട്ടില്ല. മിറർ നമുക്ക് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നമ്മളൊരു പാകിസ്ഥാനി ദുപ്പട്ട മാത്രം ഫുൾ മിറർ ചെയ്ത ഒരു പാകിസ്ഥാനി ദുപ്പട്ട നമുക്ക് കടയിൽ നിന്ന് മേടിക്കുമ്പോൾ 1000 എബോ റേറ്റ് വരുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാവുന്നുള്ളൂ. ഞാനത് കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അപ്പം മെറ്റീരിയൽ ആദ്യം ഒന്ന് പരിചയപ്പെടുത്തട്ടെ. നമുക്ക് വരുന്നത് വിചിത്രയിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ്. ഫുൾ ബ്ലാക്ക് ആണ് ആയിട്ട് വരുന്നത്. 4 കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. ഫസ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ്. ബ്ലാക്ക് ഷെയ്ഡിൽ പ്ലെയിൻ വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത്. അതുപോലെ തന്നെ ബോട്ടം സെയിം ബോട്ടം ബ്ലാക്ക് തന്നെ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ദുപ്പട്ടയാണ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ദുപ്പട്ട, അതായത് പാകിസ്ഥാനിയുടെ നല്ല ദുപ്പട്ടയാണ് വരുന്നത്. നമുക്ക് ഇങ്ങനെ മാത്രം പെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക്, അതായത് ഈ ഒരു സിമ്പിൾ ലുക്കിൽ പെയർ ചെയ്യാൻ ഇഷ്ടമുള്ളവർക്ക് ഇങ്ങനെ തന്നെ ഇടാം. കാരണം സ്റ്റോണൊന്നും മിറർ ഒട്ടിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് നമുക്ക് ഇങ്ങനെ തന്നെ ഈ ദുപ്പട്ട ഉപയോഗിക്കാം. ആ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ മിററൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇഷ്ടമുള്ളവരെ എന്നുണ്ടെങ്കിൽ കുറച്ച് മിററേഴ്സ് വെച്ചിട്ട് നമുക്ക് തന്നെ ഒട്ടിച്ചെടുക്കാം. ഈ ദുപ്പട്ട ഇങ്ങനെ ഇഷ്ടമില്ലാത്തവർക്ക്, അതായത് മിറർ വെക്കാതെ, ഈ ദുപ്പട്ട സ്റ്റാൻഡേർഡ് ഉള്ള ദുപ്പട്ട തന്നെയാണ്, മിറർ വെക്കാതെ ഇടാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിനകത്ത് മിറർ വെച്ച് കൊടുത്താൽ മതി. നമുക്ക് തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ. കുറച്ച് മിറേഴ്സ് മേടിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനുള്ള ഗമ്മും കിട്ടും. അപ്പോൾ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നമുക്ക് തന്നെ അത് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളുടെ നേരത്തെ ഒരു പ്ലെയിൻ പാകിസ്ഥാനി ദുപ്പട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്ത് ചെയ്തെടുത്തേക്കണ ഒരു വർക്ക് ഞാൻ കാണിച്ചു തരാം. വർക്ക് എന്നല്ല, നമ്മളത് മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒപ്പം കാണിക്കാം കേട്ടോ. അപ്പം ഇതിൻ്റെ ഒപ്പം വരുന്ന ദുപ്പട്ട, ഇതിൻ്റെ ഒപ്പം പെയറായിട്ട് വരുന്ന ദുപ്പട്ട ഇതാണ്. ഇനി നമുക്ക് ഈ പാകിസ്ഥാനി ദുപ്പട്ട ഉണ്ടോ, ഇത് നമ്മുടെ നേരത്തെ ദുപ്പട്ടയാണ്. അതായത് നമ്മൾ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്ന ഒരു ദുപ്പട്ടയായിരുന്നു. പക്ഷേ ഇതിനകത്ത് അന്ന് മിറേഴ്സ് അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. അവിടെ ഇവിടെ 1-2 മിററുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്കത് ഇഷ്ടമായതുകൊണ്ടും അത് എന്താ പറയുക, ഒരു പാകിസ്ഥാനി ദുപ്പട്ട തന്നെയായിട്ട് ഉപയോഗിക്കാൻ ഒരു താല്പര്യം തോന്നിയതുകൊണ്ടും നമ്മളത് മിറേഴ്സ് ഒട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ട് നമുക്ക് മിറേഴ്സ് ഒട്ടിച്ചെടുക്കാൻ പറ്റും. എത്ര വേണേലും മിറർ ഒട്ടിക്കാം. നമ്മളിപ്പോൾ കുറച്ച് ഒട്ടിച്ചിട്ടുള്ളൂ, എന്നാലും ഒരു എന്താ പറയുക, ഈ മിറർ ഒട്ടിക്കുന്നതിൻ്റെയാണ് ഇതിനകത്ത് ഈ പേയ്മെൻറ്റ് വരുന്നത്. കാരണം മിറേഴ്സ് എന്തോരം ഒട്ടിക്കുന്നോ അത്രയും നമുക്ക് പേയ്മെൻറ്റ് കയറി വന്നുകൊണ്ടേയിരിക്കും.
കാരണം മിററിന് റേറ്റ് ഉണ്ടല്ലോ, ആ ഒരു റേറ്റ് മാത്രമേ വരുന്നുള്ളൂ. തുണിയുടെ റേറ്റ് അല്ല വരുന്നത്. തുണിക്ക് നോർമൽ ഒരു ദുപ്പട്ടയ്ക്കൊക്കെ റേറ്റ് കുറവാണ്. എന്നാൽ പോലും മിറേഴ്സ് വരുന്ന അനുസരിച്ച് നമുക്ക് റേറ്റ് കൂടിക്കൂടി വരും. പിന്നെ ഈ ഒരു എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ദുപ്പട്ടയും നമ്മളിപ്പോൾ മെറ്റീരിയലിൻ്റെ ഒപ്പം കാണിച്ച ഈ ദുപ്പട്ടയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നല്ല വ്യത്യാസമുണ്ട്. രണ്ടും രണ്ട് ആയിട്ടാണ്. അപ്പോൾ നമുക്കിത് ഇങ്ങനെ ദുപ്പട്ടയിൽ ഇങ്ങനെ മിറേഴ്സ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ലുക്ക് തന്നെ മാറും. നമുക്ക് തന്നെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ആ ഒരു ഫുൾ മിറേഴ്സ് വന്നപ്പോൾ അതിൻ്റെ ലുക്ക് മാറിയത് കണ്ടോ. ഇത് നമ്മൾ നോർമൽ യൂസിന് വേണ്ടിയിട്ട് ബ്ലാക്കിൻ്റെ കൂടെ നമ്മൾ ഇട്ടുകൊണ്ടിരുന്ന ഒരു ദുപ്പട്ടയാണ് കേട്ടോ. ഇപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ഈ ദുപ്പട്ടയിൽ മിറേഴ്സ് ഒട്ടിച്ച് നമുക്ക് പെയർ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. മിറേഴ്സ് ഒട്ടിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടി അതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളും ഒക്കെ മാറ്റം വരും. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ വേറെ ചെയ്യാം. അതല്ല നിങ്ങൾക്ക് സിമ്പിളായിട്ടാണ് ഉപയോഗിക്കേണ്ടതെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. നല്ല റേറ്റാണ്. നമുക്ക് ഇതിന് റേറ്റ് വരുന്നത് 749 ആണ് റേറ്റ് വരുന്നത്. പാകിസ്ഥാനി ദുപ്പട്ടയാണ് വരുന്നത്. നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പാകിസ്ഥാനി പ്ലെയിൻ ദുപ്പട്ടയാണ് നമുക്ക് ഇതിന് വരുന്നത്. വിചിത്രയാണ് മെറ്റീരിയൽ വരുന്നത്. റേറ്റ് വരുമ്പോഴത്തേക്കും 749 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ. ഇത് വരും. നമുക്കിനി അതിനകത്ത് അടുത്ത കളർ വരുന്നത് നല്ലൊരു ഗ്രേപ്പ് ഷെയ്ഡാണ് വരുന്നത്. ഇത് വരും. നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡ് വരും. ഇതാണ് ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ലുക്ക്. ഈ ഒരു സിമ്പിൾ വർക്ക് മാത്രമേ ഉള്ളൂ. ഹെവി ആയിട്ട് നെക്കിലൊന്നും ഒരു വർക്ക് കൊടുത്തിട്ടില്ല. പിന്നെ ദുപ്പട്ട വരുമ്പോഴത്തേക്കും അതേ കളർ കൺസെപ്റ്റിൽ തന്നെ ഒരു പാകിസ്ഥാനി ലെവലിലേക്ക് വന്നിട്ടുള്ളൊരു ദുപ്പട്ട. ഇങ്ങനെ ഒരു ദുപ്പട്ടയാണ് ഇതിന് വരുന്നത്. നല്ല ലുക്കാണ് കേട്ടോ. ദുപ്പട്ടയും കൂടി ഇതിന് വരുമ്പോൾ നല്ല സ്റ്റാൻഡേർഡ് ലുക്കാണ്. റേറ്റ് വരുന്നത് അതേ വരുന്നുള്ളൂ. 749 ആണ് റേറ്റ് വരുന്നത്. നമുക്ക് അത്യാവശ്യം വെയിറ്റ് വരുന്നതുകൊണ്ടാണ് നമുക്ക് ഷിപ്പിംഗ് ചാർജ് അല്പം കൂടി വരും. അതുകൊണ്ടാണ് നമുക്ക് 749 റേറ്റ് വരുന്നത്. അടിപൊളി ഐറ്റാണ് കേട്ടോ. ആ ഒരു റേറ്റ് അനുസരിച്ച് നമുക്ക് ഷോപ്പിലേക്ക് വരുമ്പോഴത്തേക്കും 890, 845, 890 ആ ഒരു റേറ്റിലൊക്കെ വരുന്ന ഐറ്റാണ്. നമ്മൾ വരുമ്പോഴത്തേക്കും 749 രൂപ മാത്രമാണ് റേറ്റ് വരുന്നത്. ഇത് വരും. നെക്സ്റ്റ് ആണ് വരുന്നത് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഇതിൽ കാണുമ്പോൾ ശരിക്കും പീക്കോക്ക് ബ്ലൂ ആയിട്ട് വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. എനിക്ക് ഇതിൻ്റെ കളറ് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. നമ്മളുടെ ഈ വീഡിയോയിൽ ശരിക്കും പീക്കോക്ക് ബ്ലൂ ആയിട്ടാണ്. ഗ്രീൻ ആണ് കളറ്, പീക്കോക്ക് ബ്ലൂ അല്ല. ഇപ്പൊ നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ ഒരു പീക്കോക്ക് ബ്ലൂ അല്ലേ, അത് ഗ്രീൻ ആണെന്ന് വിചാരിച്ചാൽ മതി. ശരിക്കും പീക്കോക്ക് ബ്ലൂ തന്നെയാണ് കേട്ടോ. സോറി, പീക്കോക്ക് ഗ്രീൻ തന്നെയാണ്. എനിക്കിനി എൻ്റെ കളറ് പറഞ്ഞ് നമ്മുടെ ഈ വീഡിയോയിൽ ഒരു നല്ല കളർ വ്യത്യാസം വരുന്നുണ്ട്. അത് നമ്മൾ എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് അറിയില്ല. ഇത് പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത്. നമ്മൾ വീഡിയോയിൽ കാണുമ്പോൾ പീക്കോക്ക് ബ്ലൂ ആണ്, അതിന് പകരം പീക്കോക്ക് ഗ്രീൻ ആണെന്ന് വിചാരിച്ചാൽ മതി. അതിൻ്റെ പക്ഷെ നേരിട്ട് കാണാൻ നല്ല രസമാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ട്, വീഡിയോയിലൊക്കെ വളരെയല്ല. നേരിട്ട് കാണുമ്പോഴാണ് അതിൻ്റെ ലുക്ക്. ഞാൻ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കളർ എടുത്തത്. എനിക്കറിയാം നമുക്കിത് ഈ ഒരു കളർ വീഡിയോയിൽ ചേഞ്ച് വരുമെന്ന്. പക്ഷെ എന്നാലും ഇത് നേരിട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി കൊണ്ട് ഞാൻ ഈ കളർ എടുത്തു പോയതാണ്. ഞാൻ ഒന്ന് മാറ്റി വെച്ചതാണ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര ലുക്കാണ്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ് കേട്ടോ. നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറാണ്. ഇത് വരുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. നല്ലൊരു പീക്കോക്ക് ഗ്രീൻ ആണ് കളർ വരുന്നത്. ഈ ഒരു ലുക്കിൽ വരുന്നത് നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലുക്കാണ്. 749 ആണ് റേറ്റ് വരുന്നത്. ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് കൂടിയാണ് കേട്ടോ. ഇത് വരും. ഇതാണ് വരുന്നത്. നല്ല ഭംഗിയുള്ള ഒരു ബ്രൗൺ ഷെയ്ഡാണ്. നമ്മൾ കളർ ചേഞ്ച് ഉള്ളതിന് മാത്രമേ കളർ ചേഞ്ച് കറക്റ്റായിട്ട് പറയാറുള്ളൂ. അല്ലാത്തതിനൊക്കെ നമ്മൾ ആ നോർമൽ കളർ തന്നെ വരുന്നുണ്ട്. പക്ഷെ ചില കളറുകൾക്ക് ഞാൻ പറയാറുണ്ട്, വീഡിയോയിലൊക്കെ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഗ്രീന് ചില ബ്ലൂ കളറുകൾ അങ്ങനെയുള്ളതിന് മാത്രം നമുക്ക് ചെറിയ വ്യത്യാസം വരാറുണ്ട്. ഇത് നല്ലൊരു കോഫി ബ്രൗൺ ഷെയ്ഡാണ്. നല്ല ഭംഗിയുള്ള കളർ അല്ലേ, നല്ല രസമുണ്ടല്ലേ. നമ്മൾ പെയർ ചെയ്തിട്ട് നമുക്ക് തുളയിലിട്ടിട്ട് അതിനൊരു പ്രത്യേക ലുക്ക് ഉണ്ട്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ഷേപ്പിനനുസരിച്ച് ഇത് തയ്ച്ചിട്ടൊക്കെ ഇടുമ്പോൾ അതിൻ്റെ ഒരു ലുക്ക് തന്നെ മാറത്തില്ലേ. അടിപൊളിയായിട്ടാണ്. 749 തീർത്തും അഫോർഡബിൾ തന്നെയാണ്. ഇത് വരും. നെക്സ്റ്റ് വൺ. അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വരുന്നത്. നല്ല സൂപ്പർ പാറ്റേണിൽ വരുന്ന ഒരു ടോപ്പും കൊണ്ടുവന്നിട്ടുണ്ട്, ഒപ്പം മെറ്റീരിയലും കൊണ്ടുവന്നിട്ടുണ്ട്. ബ്ലാക്ക് ആണ് ടോപ്പ് വരുന്നത്. നമുക്കിനി പള്ളിയിലേക്ക് ഇതൊക്കെ വലിയ ആവശ്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം ബ്ലാക്ക് കൊണ്ടുവരുമെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ പെട്ടെന്നൊരു ഇഷ്ടം തോന്നിയാറുകൊണ്ട് ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ്. നമുക്ക് റേറ്റ് വരുന്നത് 590 റേറ്റ് വരുന്നത്. വിത്ത് ലൈനിങ് ആയിട്ട് വരുന്നത് സൂപ്പർ ആയിട്ടാണ് കേട്ടോ. അപ്പം ടോപ്പ് എടുക്കുന്നവർ പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങളുടെ തൊട്ട് വലിയ സൈസ് എടുക്കാൻ നോക്കുക. സാധാരണ നിങ്ങൾ ഉപയോഗിക്കുന്നതിനേക്കാളും തൊട്ട് വലിയ സൈസ് വേണം എടുക്കാനായിട്ട്. അതായിരിക്കും ഏറ്റവും കംഫർട്ടബിൾ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ലാർജ് എക്സൽ, ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം അത് പർച്ചേസ് ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ മെറ്റീരിയൽസിൻ്റെ കളക്ഷൻ നല്ല കളർഫുള്ളായിട്ട് വിചിത്രയിലെ പാകിസ്ഥാനി ദുപ്പട്ട വന്നിരിക്കുന്ന ഐറ്റം. റേറ്റ് വരുന്നത് 749 രൂപയാണ് റേറ്റ് വരുന്നത്. നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തിടുക, മെസ്സേജ് ചെയ്യുക.
കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്ത് വയ്ക്കുക കേട്ടോ. എന്നാലാണ് നമ്മളിടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാനും ഒക്കെ ആയിട്ട് എളുപ്പമുണ്ടായിരിക്കും. ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ സാരീസിൻ്റെയും ചുരിദാർ മെറ്റീരിയൽസിൻ്റെയും കളക്ഷനാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ പർച്ചേസ് ചെയ്യാൻ വിട്ടുപോകരുത്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം സാരിയുടെയാണ് വീഡിയോ വരുന്നതെന്ന്, പക്ഷേ സാരിയുടെ വീഡിയോ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾക്ക് അടുത്ത ദിവസം തന്നെ ഇടാട്ടോ, സാരിയുടെ വീഡിയോസ് ഇടാം. സാരിയുടെ വീഡിയോസ് 2 പെൻഡിങ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം തന്നെ സാരീസിൻ്റെ വീഡിയോസ് ഇടാം. കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. കമൻറ്റ് വിന്നറുള്ളതാണ്. കമൻറ്റ് വിന്നേഴ്സ് വീക്കിലിയൊക്കെ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കമൻറ്റ് ചെയ്യാനും വിട്ടുപോകരുത് കേട്ടോ. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.